ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് താൻ പിന്നിട്ട ദാരിദ്ര്യത്തിൻ്റെ വഴികൾ പങ്കുവയ്ക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. താൻ പാട്ട് പഠിച്ച വിധം എങ്ങനെയാണെന്ന് രമ്യ ഹരിദാസ് പറയുന്നു. വലിയ തോതിലുള്ള ദാരിദ്ര്യം താൻ അനുഭവിച്ചിട്ടുണ്ട്. തൻ്റെ ഒരു മാഷ് തന്നെ പാട്ട് പഠിപ്പിച്ചത് ഫ്രീ ആയിട്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള ഫീസും വാങ്ങാതെയാണ് മാഷ് പാട്ട് പഠിപ്പിച്ചതെന്നും അതുകൊണ്ടാണ് താൻ ഈ നിലവരെ എത്തിയതെന്നും അല്ലെങ്കിൽ പാട്ടിൻ്റെ ലോകത്ത് ഇതുവരെ എത്തിയതെന്നും രമ്യ ഹരിദാസ് പറയുന്നു. പലർക്കും പല ആയുധങ്ങളാണ് പ്രചരണത്തിനായിട്ടുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. ചിലർക്ക് പ്രസംഗമാണ്, ചിലർക്ക് പാട്ടാണ്. എന്നെ സംബന്ധിച്ച് ഇതെല്ലാം തനിക്ക് വഴങ്ങും എന്നുള്ള നിലയിലാണ് രമ്യ ഹരിദാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും പാട്ട് പഠിപ്പിക്കുമ്പോൾ മാഷ് പാട്ട് പഠിപ്പിക്കുമ്പോൾ നിസ്സഹായതയോടെ അമ്മ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം അരി വാങ്ങാൻ പോലും പണമുണ്ടായിരുന്നില്ല ആ കാലത്ത് എന്നാണ് രമ്യ ഹരിദാസ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. രമ്യ ഹരിദാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഞാനൊരു ആശയപരമായ യുദ്ധത്തിനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. ആശയപരമായ യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ആയുധമാണ് പാട്ട്. പ്രസംഗം ഒരായുധമാണ്, എൻ്റെ സ്വഭാവം ഒരായുധമാണ്, എൻ്റെ സമീപനം ഒരായുധമാണ്. ആ ആയുധങ്ങൾ എന്ന് പറയുന്നത് വലിയ പോരാട്ടത്തിന് നേതൃത്വം നൽകുമ്പോൾ പലതരത്തിലാണ് ആളുകൾ സ്വീകരിക്കുക. ഞാനൊരു ദളിത് കുടുംബത്തിൽ ജനിച്ച ആളാണ്. വലിയ പണം ചെലവഴിച്ചല്ല ഞാൻ പാട്ട് പഠിച്ചത്. എന്നിലുണ്ടായിരുന്ന ഒരു കഴിവിനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, അധ്വാനിച്ചാണ് ഇപ്പോൾ പാടുന്ന തരത്തിലേക്ക് മാറ്റിയത്. അരി വാങ്ങാൻ പോലും കാശില്ലാത്ത കാലത്ത് എന്നെ പാട്ട് പഠിപ്പിച്ച മാഷിന് എൻ്റെ അമ്മയ്ക്ക് ₹1 പോലും കൊടുക്കാൻ സാധിച്ചില്ല. മാഷൊന്നും കാശ് വേണമെന്ന് ആവശ്യപ്പെട്ടതുമില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. കഴിവിനെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ആലത്തൂരിലെ ജനങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഇടം നേടിയിട്ടുണ്ട്. ആ ഇടം ഒന്നും ഇല്ലാതാക്കാൻ ആര് വിളിച്ചാലും കഴിയില്ല എന്നാണ് രമ്യ ഹരിദാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും ആ മാഷിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ആരാണ് അദ്ദേഹം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല, എവിടെയുള്ളയാളാണ്, അല്ലെങ്കിൽ അത്തരം വിശദാംശങ്ങളൊന്നും ആ അധ്യാപകൻ്റെ, സംഗീത അധ്യാപകൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും രമ്യ ഹരിദാസ് കടന്നിട്ടില്ല. എങ്കിലും ആ ദുരിത കാലത്തെയാണ് ഈ പോസ്റ്റിലൂടെ രമ്യ ഹരിദാസ് ഓർത്തെടുക്കുന്നത്. തൻ്റെ അമ്മയ്ക്ക് അന്ന് വളരെയധികം പട്ടിണി അനുഭവിക്കേണ്ടി വന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ₹1 പോലും പഠിപ്പിച്ച അധ്യാപകന് അമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്നില്ല. ഏതായാലും അത്തരമൊരു ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് താൻ ഇവിടം വരെ എത്തിയതെന്നാണ് രമ്യ ഹരിദാസ് ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്.